കൊല്ലം നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഭക്തിയുടെയും ചരിത്രത്തിന്റെയും ഒരു ശാന്തമായ തുരുത്താണ് കടപ്പാക്കട. ആധുനികതയുടെ വേഗതകൾക്കിടയിലും മന്ത്രോച്ചാരണങ്ങളുടെയും നീരാഞ്ജന തിരികളുടെയും വെളിച്ചത്തിൽ സ്വയം നവീകരിക്കുന്ന ഒരു പുണ്യ സങ്കേതം കടപ്പാക്കട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ഈ ക്ഷേത്രത്തെ ഒരു ജനതയുടെ വിശ്വാസങ്ങളുടെയും പരിണാമമായും ചരിത്രത്തിൻ്റെ സാക്ഷിയായും കാണേണ്ടതുണ്ട്. ഏതൊരു വലിയ കാര്യത്തിനും പിന്നിൽ ഒരു നിശബ്ദമായ തുടക്കമുണ്ടാകും. കടപ്പാക്കട ക്ഷേത്രത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 6 പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് നാം സഞ്ചരിക്കേണ്ടി വരും. കുഞ്ഞിരാമൻ എന്ന സാധാരണക്കാരനായ ഒരു ഭക്തൻ കടപ്പാക്കട ജംഗ്ഷനിലെ തണൽ വിരിച്ചു നിന്ന ഒരു ആലഞ്ചുവട്ടിൽ അയ്യപ്പസ്വാമിയുടെ ചിത്രം വെച്ച് വിളക്കു തെളിയിച്ചതാണ് ഇന്നത്തെ ഈ മഹാക്ഷേത്രത്തിൻ്റെ ആദ്യ രൂപം. സ്ഥാപനപരമായ ജാടകളില്ലാതെ ഒരു ഭക്തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉതിർന്ന ആ ദീപം കാലക്രമേണ ഒരു വിഗ്രഹ പ്രതിഷ്ഠയിലേക്ക് വളർന്നു. കൊല്ലം നഗരം വളരുകയും റോഡുകൾ വികസിക്കുകയും ചെയ്തപ്പോൾ ജംഗ്ഷന്റെ നടുവിൽ നിന്നിരുന്ന ആ പുണ്യസങ്കേതത്തിന് സ്ഥാനചലനം അനിവാര്യമായി. എന്നാൽ ഭഗവാന്റെ സാന്നിധ്യം അവിടെ വിട്ടുപോയില്ല. 1997 ആരംഭിച്ച പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ 2003 പുനഃപ്രതിഷ്ഠയോടെ പൂർത്തിയായപ്പോൾ കടപ്പാക്കട ജംഗ്ഷന്റെ ഒരു വശത്ത് പുതിയൊരു ആധ്യാത്മിക കേന്ദ്രം ഉദയം ചെയ്തു. ഒരു 60 വർഷത്തിന് മുമ്പ് ഒരു കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ഫോട്ടോ വെച്ചിട്ടുകൊണ്ടാണ് അത് ആരംഭിച്ചത്. അവിടെ നിന്നുള്ള ജംഗ്ഷനിലുള്ള ഒരു അയ്യപ്പ വിഗ്രഹത്തിന് ആരാധിച്ച് അവിടെ ഒരു ചെറിയ ക്ഷേത്രം ഉണ്ടാവുകയും, പക്ഷേ അത് റോഡ് വൈഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അത് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും കോർപ്പറേഷന് ഇടപെട്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഇടപെട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഈ സ്ഥലം അനുവദിക്കുകയും ഇവിടെ 1997 തുടങ്ങി 2001 ഇതിൻ്റെ പുനഃപ്രതിഷ്ഠ നടക്കാൻ സാധിച്ചു. കടപ്പാക്കട ക്ഷേത്രത്തെ മറ്റു ശാസ്താക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകം ശബരിമലയുമായുള്ള അതിൻ്റെ അവിഭാജ്യമായ ബന്ധമാണ്. ക്ഷേത്രത്തിലെ നിത്യപൂജകൾ ആരംഭിച്ചത് ശബരിമല സന്നിധാനത്തിൽ നിന്നും കൊളുത്തിക്കൊണ്ടുവന്ന ദിവ്യദീപം ഉപയോഗിച്ചാണ്. ഇന്നും ആ ദീപം കെടാവെളിച്ചമായി അവിടെ ജ്വലിച്ചു നിൽക്കുന്നു എന്നത് ഭക്തർക്ക് ശബരിമലയിൽ നേരിട്ട് തൊഴുതാൽ ഉണ്ടാകുന്ന അതേ അനുഭൂതി പ്രദാനം ചെയ്യുന്നു. ശബരിമലയിലെ ആചാരനിഷ്ഠകളെയും സങ്കല്പങ്ങളെയും അക്ഷരം പ്രതി പിന്തുടരുന്ന കടപ്പാക്കട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഉപദേവതാ സാന്നിധ്യം ഭക്തർക്ക് സന്നിധാനത്തെ അനുസ്മരിപ്പിക്കുന്ന ആത്മീയ അനുഭവമാണ് നൽകുന്നത്. ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ മുന്നിൽ നിന്നും പകർന്ന സ്വർണ്ണപ്രഭയിൽ കുടികൊള്ളുന്ന ക്ഷേത്രമാണ് കടപ്പാക്കട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. അതിൻ്റെതായ ചൈതന്യം ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും കിട്ടുന്നുണ്ട്, ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇതിൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നത്. പ്രധാന പ്രതിഷ്ഠയായ അയ്യപ്പസ്വാമിക്ക് തുല്യ പ്രാധാന്യത്തോടെ തന്നെ ഇവിടെ ഉപദേവതകളും കുടികൊള്ളുന്നു. ഭഗവാന്റെ നിത്യസഹചാരിയും ഇഷ്ടതോഴിയുമായ മാളികപ്പുറത്തമ്മയുടെ സാന്നിധ്യം ക്ഷേത്രത്തിന് മാതൃത്വത്തിൻ്റെ കരുണയും ചൈതന്യവും പകരുന്നു. സ്ത്രീ ഭക്തർ തങ്ങളുടെ സങ്കടങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും ഈ സന്നിധാനത്തെയാണ്. കേരളീയ സംസ്കാരത്തിൻ്റെ അടയാളമായ മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് വാവർ സ്വാമിയുടെ പ്രതിഷ്ഠയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ശബരിമല തീർത്ഥാടനത്തിലെ അവിഭാജ്യ ഘടകമായ വാവർ സ്വാമിയെ വണങ്ങുന്നത് വഴി തങ്ങളുടെ യാത്രയും പ്രാർത്ഥനകളും പൂർണ്ണമാകുന്നുവെന്നാണ് ഭക്തരുടെ വിശ്വാസം. ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ആത്മീയ വലയത്തെ പൂർണ്ണമാക്കുന്നത് മറ്റ് പ്രധാന ഉപദേവതകളാണ്. സർവ്വവിഘ്നങ്ങൾ അകറ്റുന്ന പ്രഭുവായി ഗണപതി ഭഗവാൻ വാഴുമ്പോൾ പ്രകൃതിയുമായുള്ള മനുഷ്യൻ്റെ ആദികാല ബന്ധത്തെയും സംരക്ഷണത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് കരുനാഗങ്ങളും നാഗയക്ഷിയുമടങ്ങുന്ന നാഗദൈവങ്ങൾ കുടികൊള്ളുന്നു. കൂടാതെ ക്ഷേത്രത്തിൻ്റെയും പരിസരത്തിൻ്റെയും ഐശ്വര്യത്തിനും കാവലിനുമായി ബ്രഹ്മരക്ഷസിൻ്റെ സാന്നിധ്യവുമുണ്ട്. ഇത്തരത്തിൽ സനാതനധർമ്മത്തിലെ വിവിധ സങ്കല്പങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ശബരിമലയിലെ അതേ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് ഈ ഉപദേവതാ സങ്കല്പങ്ങളിലൂടെ കടപ്പാക്കടയിൽ പുനഃസൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നട തുറക്കുന്നത് രാവിലെ 5:15 അത് കഴിഞ്ഞ് അഭിഷേകം കഴിഞ്ഞു. പിന്നെ 6 മണിയാകുമ്പം ഗണപതി ഹോമം. ഗണപതിയുണ്ട്, ദേവിയുണ്ട്, ഇവിടെ നിവേദിതമായ മാളികപ്പുറമുണ്ട്, പിന്നെ നാഗദൈവങ്ങളുണ്ട്, ബ്രഹ്മരക്ഷസുണ്ട്, വാവരുസ്വാമിയുണ്ട്. ഇത്രയാണ് ഉപപ്രതിഷ്ഠകളായിട്ട്. കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നീരാഞ്ജന വഴിപാട് നടത്തുന്ന ക്ഷേത്രം എന്ന ഖ്യാതി കടപ്പാക്കടയ്ക്കാണ്. ശരദോഷ്ണ നിവാരണത്തിനായി അയ്യപ്പസ്വാമിക്ക് നൽകുന്ന ഉത്തമമായ വഴിപാടാണ് നീരാഞ്ജനം.
സാധാരണ ക്ഷേത്രങ്ങളിൽ പൂജാരിമാർ നടത്തുന്ന ഈ കർമ്മം കടപ്പാക്കടയിൽ ഭക്തർക്ക് തന്നെ നേരിട്ട് ചെയ്യാമെന്നത് ഇവിടുത്തെ സവിശേഷതയാണ്. തിങ്ങിക്കൂടുന്ന ഭക്തജനങ്ങൾ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും 2000-ലധികം നീരാഞ്ജന വിളക്കുകൾ ഇവിടെ തെളിയിക്കും. ഭക്തൻ തൻ്റെ ഉള്ളിലെ പ്രാർത്ഥനകളോടെ എള്ളുകുഴി തെളിയിക്കുമ്പോൾ അത് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് തൻ്റെ ദുരിതങ്ങളെ അഗ്നിയിൽ ദഹിപ്പിച്ച് പുണ്യം നേടുന്ന ഒരാത്മീയ ശുദ്ധീകരണമായി മാറുന്നു. ആലഞ്ചുവട്ടിലെ പഴയ ഓർമ്മകളെ പുതുക്കുന്ന വിധത്തിൽ ഭക്തിയുടെ 1000 തിരുനാളങ്ങൾ ഇവിടെ തെളിയുന്നു. ഏതാണ്ട് 2000-ഓളം ശനിയാഴ്ചയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അന്നദാനം ചിലപ്പോൾ എല്ലാ ദിവസവും 41 ദിവസം ഫുള്ളായിട്ട് ബുക്കിംഗ് ആയി, കൂടാതെ വേണ്ട 100 വരെയൊക്കെ ഞങ്ങൾ നടത്താറുണ്ട്. ഈ വർഷം അങ്ങനെ നടക്കും എന്നുള്ളതിൽ വൈകുന്നേരം പാൽപ്പായസം അല്ലെങ്കിൽ കടൽ നിവേദ്യം അത് ഭക്തർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നദാനത്തിൻ്റെ ഈ ജംഗ്ഷനിലുമായാലും നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ക്ഷേത്രത്തിലെ ഉത്സവകാലം ഭക്തിയുടെയും കലകളുടെയും ഒരു സംഗമമാണ്. കുംഭമാസം 2-ന് ആരംഭിച്ച് 12-ന് അവസാനിക്കുന്ന 10 ദിവസത്തെ വാർഷിക ഉത്സവം നാടിൻ്റെ ആഘോഷവും. എന്നാൽ ഇതിനേക്കാൾ ഏറെ ഭക്തലക്ഷങ്ങളെ ആകർഷിക്കുന്ന മണ്ഡല മകരവിളക്ക് കാലത്തെ 101 ദിവസത്തെ ചിറപ്പ് മഹോത്സവമാണ്. അയ്യപ്പൻ അന്നദാന പ്രഭുവായതുകൊണ്ട് തന്നെ ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ ഭക്തർക്കായി അന്നദാനം നടക്കാറുണ്ട്. അയ്യപ്പ ക്ഷേത്രങ്ങളിൽ 101 ദിവസത്തെ ചിറപ്പ് മഹോത്സവം നടക്കുന്ന അന്നദാനത്തോടുകൂടി കഞ്ഞിസദ്യയോടുകൂടി അന്നദാനത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നടക്കുന്ന ചിറപ്പ് മഹോത്സവം നടക്കുന്ന ഒരു ക്ഷേത്രവും ഈ കടപ്പാക്കട ശ്രീ ധർമ്മശാസ്ത്ര. വിശക്കുന്നവൻ്റെ വയറ് നിറയ്ക്കുന്നതാണ് ഏറ്റവും വലിയ പൂജ എന്ന സത്യം കടപ്പാക്കട ക്ഷേത്രത്തിലെ ഓരോ ദിവസവും നമുക്ക് കാണിച്ചു തരുന്നു. മകരവിളക്ക് ദിനത്തിൽ വിപുലമായ ആഘോഷങ്ങളോടെ അയ്യപ്പൻ്റെ തിരുവാഭരണ ഘോഷയാത്രയുടെ സ്മരണ പുതുക്കുന്ന രീതിയിലുള്ള ചടങ്ങുകൾ ഇവിടെ നടക്കാറുണ്ട്. ശബരിമല തീർത്ഥാടകർക്ക് കൊല്ലം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്രയ കേന്ദ്രമാണ് ഈ ക്ഷേത്രം. മണ്ഡലകാലത്ത് മാലയിടാനും കെട്ടുനിറയ്ക്കാനും മലയിറങ്ങി വന്നാൽ മാലയഴിക്കാനും ഭക്തർ ഇവിടെ എത്തുന്നു. വിശാലമായ സൗകര്യങ്ങളും ശാന്തമായ അന്തരീക്ഷവും ഭക്തർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നു. ഒരു മിനി ശബരിമല എന്ന നിലയിൽ കൊല്ലത്തെ അയ്യപ്പ വിശ്വാസികൾക്കിടയിൽ ഈ ക്ഷേത്രം അത്രമേൽ ആഴത്തിൽ വേരോടിയിരിക്കുന്നു. കടപ്പാക്കട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നിത്യേനയുള്ള ആരാധനാക്രമങ്ങൾ ഭക്തർക്ക് ഏറെ സൗകര്യപ്രദമായ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പുലർച്ചെ 5:15-ന് നട തുറക്കുന്നതോടെ നിർമ്മാണ ദർശനത്തിന് തുടക്കമാകുന്നു. തുടർന്ന് ഭഗവാന് അഭിഷേകവും ഗണപതി ഹോമവും കഴിഞ്ഞ് ഉഷപൂജയും ഉച്ചപൂജയും യഥാസമയം നടക്കുന്നു. സന്ധ്യാസമയത്ത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വൈകിട്ട് 6:50-ന് ദീപാരാധനയും 7:40-ന് അത്താഴപൂജയും. ഒടുവിൽ ഭക്തഹൃദയങ്ങളിൽ ഭഗവാന്റെ സ്മരണ നിറച്ചുകൊണ്ട് രാത്രി 8 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ ആ ദിവസത്തെ പൂജകൾക്ക് സമാപ്തിയാകുന്നു. കടപ്പാക്കട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇന്ന് വെറും ഒരു ക്ഷേത്രമല്ല, മറിച്ച് കൊല്ലത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നഗരത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം വളർന്ന ക്ഷേത്രമാണ്. മനുഷ്യർ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടുമ്പോൾ ഒരൽപ്പം സമാധാനത്തിനായി അവർ ഓടിയെത്തുന്നത് ഈ സന്നിധാനത്തേക്കാണ്. ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഇവിടെ വരാം, പ്രാർത്ഥിക്കാം. അയ്യപ്പൻ എന്ന തത്വം തന്നെ തത്വമസി എന്ന ഏകത്വത്തിൻ്റെ സന്ദേശം നൽകുന്നു. ആ സന്ദേശം കടപ്പാക്കയുടെ മണ്ണിൽ പ്രായോഗികമാകുന്നു. മാറുന്ന ലോകത്ത് മാറാത്ത വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് കടപ്പാക്കട ശാസ്താവ്. ഒരാളിഞ്ചൂരിൽ നിന്നുണ്ടായ ഈ സ്ഫുലിംഗം ഇന്ന് ഒരു നാടിൻ്റെ തന്നെ വെളിച്ചമായി മാറിയിരിക്കുന്നു. വരും തലമുറകൾക്ക് ഈ ക്ഷേത്രം നൽകുന്നത് ഭക്തിയുടെ പാഠങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു ജനത എങ്ങനെ തങ്ങളുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ചേർത്ത് പിടിച്ചു എന്നതിൻ്റെ ചരിത്രം കൂടിയാണ്. കടപ്പാക്കടയിലെ അയ്യപ്പനെ തേടിയെത്തുന്ന ആരും നിരാശരായി മടങ്ങില്ല എന്ന വിശ്വാസം ഓരോ ഭക്തനിലും അത് കെടാത്ത ദീപമായി ജ്വലിച്ചു നിൽക്കുന്നു.